ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ ഈ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ അവിടുത്തെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലുള്ളൊരു ആരാധനാ മധ്യേയാണ് ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത്. ജീവിതത്തിൻ്റെ വിവിധ ദുരന്ത മുഖങ്ങളിലായിരുന്നു കൊണ്ടാണ് നമ്മളും പരിശുദ്ധ ദൈവമാതാവ് പറഞ്ഞതുപോലെ ദുരന്തമുഖത്തെ അതിജീവിക്കുവാൻ മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നത്. കൃപാസനത്തിൽ നാളിതുവരെ മരിയൻ ഉടമ്പടിയെടുത്ത് പോയിട്ടുള്ള മുഴുവൻ മക്കളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധയമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ. ആരാധന കുടുംബത്തിന് നൽകുന്ന സമാധാനത്തിന്, ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നൽകുന്ന സഹായത്തിന്, രോഗസൗഖ്യത്തിന്, അങ്ങനെ ആശ്രയിക്കുവാനുള്ള കൃപയ്ക്ക് യേശുവേ നന്ദി. ആരാധന മഹത്വം കർത്താവേ, സ്തുതി കർത്താവേ, ആരാധന മഹത്വം. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധയമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും
കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. ആരാധന മഹത്വം കർത്താവേ. ഈ ധ്യാനത്തിലൂടെ സന്ദേശങ്ങൾ നൽകി സഹായിക്കണമേ. രോഗങ്ങളെ സൗഖ്യപ്പെടുത്തണമേ. ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണമേ. കടബാധ്യതകൾ മോചിപ്പിക്കണമേ. സ്ഥലസംബന്ധമായ വിഷയങ്ങൾക്ക് പരിഹാരം നൽകണമേ. വിദേശ യാത്രയുടെ തടസ്സങ്ങൾ നീക്കണമേ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ കർത്താവേ. ആരാധന മഹത്വം കർത്താവേ. സ്തുതി കർത്താവേ. ആരാധന 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 മഹത്വം. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൂമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗവും നമ്മുടെ എല്ലാ അപേക്ഷകളും ആവശ്യങ്ങളും കൃപാസന മാതാവിന്റെ സംരക്ഷണയിൽ ദിവ്യകാരുണ്യനാഥന് സമർപ്പിക്കാം. കൃപാസനം സ്ഥാപക ഡയറക്ടർ പി ജോസഫ് അച്ഛൻ്റെ മിഷൻ നിയോഗങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ സ്തുതി. ആരാധന കർത്താവേ. ധ്യാനം നയിക്കുന്ന ജോസഫ് അച്ഛനെ ഇവിടുന്ന് കൃപയാൽ സംരക്ഷിക്കണമേ. അച്ഛന്റെ അചര്യത്തിലൂടെ ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ സന്ദേശങ്ങൾ, വചനങ്ങൾ, ആത്മീയ ഉണർവ് നൽകി ഞങ്ങളെ പരിപാലിക്കണമേ. ഉടമ്പടി ധ്യാനത്തിലായിരിക്കുന്ന ഓരോ മകനെയും മകളെയും ആയിരിക്കുന്നിടങ്ങളിൽ അവിടുന്ന് അനുഗ്രഹിക്കുകയും അമ്മയുടെ സംരക്ഷണയിൽ ഓരോ ദിനവും ജീവിതം നയിക്കുവാൻ അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമേ. ഹല്ലേലൂയ. സ്തുതി കർത്താവേ. ആരാധന മഹത്വം കർത്താവേ. സ്തുതി. ആരാധന മഹത്വം. ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എല്ലാവരും ഭക്തിയോടെ പ്രാർത്ഥന. വെള്ളത്തിൻ്റെ ഒരു ഒഴുക്കാണ്. വെള്ളത്തിൻ്റെ ഒഴുക്കിനുള്ള പ്രകൃതി നിയമം ഒഴുക്കിനെ തടയാതിരിക്കുക എന്നുള്ളതാണ്. വെള്ളത്തിൻ്റെ ഒഴുക്കിനുള്ള ഒരു പ്രകൃതി നിയമം എന്താ? അവിടെ മാനുഷികമായ ഇടപെടലിൽ ഒഴുക്കിനെ തടയാതിരിക്കുക. ഇപ്പം മദ്രാസിലൊക്കെ വെള്ളപ്പൊക്കം വന്നപ്പോൾ അതിൻ്റെ പഴയ മദ്രാസ് പട്ടണത്തിൻ്റെ പഴയ ബ്ലൂ പ്രിൻറ്റിൽ ഒത്തിരിയേറെ അരുവികളും പുഴകളും ഒഴുകിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. പിന്നീട്
വർഷകാലത്ത്. പിന്നീട് വേനൽക്കാലം വന്നപ്പോൾ ആൾക്കാർ വെള്ളമൊഴുക്കിനെക്കുറിച്ച് മറന്നു, അവിടെ എല്ലാം വീട് വെച്ചു. പിന്നീട് വർഷം വന്നപ്പോൾ, മഴ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് വെള്ളം ഒഴുകണ സ്ഥലത്ത് കൂടി വെള്ളം ഒഴുകിപ്പോയപ്പോൾ തടസ്സമുള്ളത് കൊണ്ട് വെള്ളപ്പൊക്കം ഉണ്ടായി. അതാണ്ട് ഇതുപോലെ തന്നെ ഉടമ്പടിക്കൊരു സ്വാഭാവികമായ ഒഴുക്കുണ്ട്. ആ സ്വാഭാവികമായ ഉടമ്പടി ഒഴുക്കിന് അങ്ങനെ വിട്ടുകൊടുത്താൽ മതി. അപ്പം എന്താ സംഭവിക്കുന്നത്? ബാക്കി ഇതിൻ്റെ അകത്തുള്ള നമുക്ക് കൃപാസനത്തിൽ മരിയൻ ഉടമ്പടിക്ക് റിസ്ക് ഇല്ലാത്തത് എന്താണെന്നറിയാവോ? റിസ്ക് ഇല്ലാത്തതിന് കാരണം പല വിഷയങ്ങൾ, ഇപ്പം ഞാനൊരു സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സാക്ഷ്യത്തിൽ ഒരു പ്രൊഫസറാണ്, പ്രൊഫസർ ടോയ് തോമസ്. അപ്പം അദ്ദേഹത്തിൻ്റെ വൈഫിനാണ് അസുഖം. ക്യാൻസറാണ്. അതിവിടെ വന്ന് ഉടമ്പടി ചെയ്തു. ആദ്യത്തെ പ്രാവശ്യം അച്ഛനെ കണ്ടു. പിന്നെ കാര്യമായ ഒരു ഭേദം ഈ രോഗത്തിനുണ്ടാകുന്നുണ്ട്. അപ്പോൾ വീണ്ടും അവർ ഇവിടെ അച്ഛനെ കാണാൻ വന്നു. അപ്പോൾ ഓഫീസിൽ നിന്ന് പറഞ്ഞു 90 പ്രാവശ്യം കണ്ടതിന് ശേഷം പിന്നീട് 90 ദിവസം കഴിഞ്ഞിട്ടില്ല, അപ്പോൾ അവിടെ കാണാൻ പ്രയാസമാണെന്ന് അവർ പറഞ്ഞ് മടക്കി വിട്ടു. അത് കറക്റ്റായ കാര്യമാണ്. ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ പിന്നീട് കാണണമെങ്കിൽ കാര്യം ഉടമ്പടി എന്ന് പറയണത് അച്ഛനെ കാണുന്നതല്ല പ്രശ്നം, അവൻ പറയണത് പോലെ ചെയ്ത് ജീവിക്കുന്ന വിഷയമാണ്. അവിടെ അച്ഛനെ കാണുന്നൊരു വിഷയം അവിടെ ഇതിൻ്റെ ഇല്ല. പിന്നെ എമർജൻസി ചില കാര്യങ്ങൾ നമ്മൾ കാണുന്നതേ ഉള്ളൂ. ഉടമ്പടിയുടെ ഒഴുക്കെന്ന് പറയണത് അവൻ പറയണത് പോലെ ദൈവസ്നേഹത്തോട് ചെയ്യുന്ന കാര്യങ്ങൾ ദൈവസ്നേഹത്തോട് ചെയ്യണമെന്നേ ഉള്ളൂ, ചെയ്ത് ജീവിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ എൻ്റെ സ്വാഭാവികമായ ഒഴുക്ക് അതാണ്. സ്വാഭാവികം നമുക്ക് റിസ്ക് ഇല്ലെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, അപ്പോൾ എല്ലാ കാര്യത്തിനും ഒരു റിസ്ക് ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ ഒരു വ്യവസായം തുടങ്ങിയാൽ പോലും ഏറ്റവും കൂടുതൽ റിസ്ക് എന്താണ്? അതിൻ്റെ മാർക്കറ്റിംഗാണ് റിസ്ക്. ഏറ്റവും കൂടുതൽ പ്രയാസമുള്ളത് അതിൻ്റെ മാർക്കറ്റിംഗാണ്. മാർക്കറ്റിംഗ് നടന്നാൽ തന്നെ ബില്ല് പാസ്സായി നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നവരെ റിസ്ക് ഇങ്ങനെ കടന്നിരിക്കും. ഉടമ്പടിക്ക് റിസ്ക് ഇല്ലെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ദൈവ സംവിധാനമാണ്. അതാണ് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഉടമ്പടിയെക്കുറിച്ചുള്ള ഫസ്റ്റ് ഹാൻഡ് നോളജ്, പ്രൈമറി നോളജ് എന്താണ്. അതൊരു ബിബ്ലിക്കൽ കോൺസെപ്റ്റാണ് കവനൻ്റ്, ദാറ്റ്സ് ഓക്കെ, ക്ലിയർ. പക്ഷേ കൃപാസനത്തിൽ ഉടമ്പടി വന്നിരിക്കുന്നതിൻ്റെ കാരണം മാതാവിൻ്റെ പ്രത്യക്ഷ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് 2004 ഡിസംബർ 7 ദുരന്തമുണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ തിരുമനസ്സുണ്ട്. പ്രാർത്ഥിക്കുക. അപ്പോൾ എന്ത് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, അതിൻ്റെ ഉത്തരമാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അതാണ് പ്രാർത്ഥന. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക. ഉടമ്പടി എടുത്ത് പറയുമ്പോൾ ദൈവവും നമ്മളും തമ്മിൽ ഒരു ബയലാറ്ററൽ എഗ്രിമെൻറ്റിൽ വിശുദ്ധീകരിച്ചും ശക്തീകരിച്ചും കൊണ്ട് ഇരിക്കുന്ന ഒരു ദൈവ പൈതലിനെ പ്രാർത്ഥിക്കാനുള്ള സ്വാഭാവികമായ ഒരു റൈറ്റുണ്ട്. അതിൻ്റെ ഒരു എഫിക്കഷ്യസ് ആയിട്ടുള്ള പ്രെയറാണത്, ഫലപ്രദമായ രീതിയിലുള്ള പ്രാർത്ഥന. നമുക്ക് എന്ത് വേണമെങ്കിലും പ്രാർത്ഥിക്കാം, ആർക്ക് വേണമെങ്കിലും പ്രാർത്ഥിക്കാം, പക്ഷെ കേൾക്കണമെന്നൊരു നിർബന്ധമില്ല. പക്ഷെ ഉടമ്പടിയിൽ കേട്ടേ മതിയാകത്തുള്ളൂ. എന്താ കാര്യം? അത് ഉടമ്പടി പ്രകാരമാണ് നമ്മൾ അതിൻ്റെ അകത്ത് ദൈവമായിട്ട് ഇൻട്രാക്ട് ചെയ്യണത്. ദൈവം കാര്യം ഉടമ്പടി എന്തിനെ ബേസ് ചെയ്ത് നിൽക്കണതാണ്? ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ ബേസ് ചെയ്താണ് നിൽക്കുന്നത്. അല്ലാതെ വിശ്വാസത്തെ അല്ല. നമ്മൾ വിശ്വാസികളായതുകൊണ്ട് പ്രാർത്ഥിക്കണമല്ല. ഉടമ്പടി വിശ്വാസത്തെ അല്ല അടിസ്ഥാനപ്പെടുത്തിയിരിക്കണത്. മറിച്ച് എന്താണ്? ഉടമ്പടി വിശ്വാസം അതിലുണ്ട്, തീർച്ചയായിട്ടും. കറണ്ടില്ലാതെ ഫാൻ കറങ്ങത്തില്ലല്ലോ, വിശ്വാസം അതിലുണ്ട്. പക്ഷേ ഇതിൻ്റെ മെക്കാനിസം എന്ന് പറയണത് എന്താണ്?
അത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ആരുടെ സബ്ജക്റ്റാണ്? നമ്മുടെ സബ്ജക്റ്റ് അല്ല. ജോസഫ് അച്ഛൻ വല്ല മെമ്മറോണ്ടം കൊടുത്തിട്ടാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്? ഇല്ല. അതാണ് വിഷയം. അതെപ്പോഴും നിങ്ങൾ അതിനെക്കുറിച്ച് എൻ്റെ ലളിതമായ വശങ്ങളെ ലളിതമായിട്ട് മനസ്സിലാക്കണം. ഇത് മുഴുവൻ റിസ്ക് കവർ ചെയ്യണ ദൈവത്തിൻ്റെതാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഉടമ്പടി ഒരു സ്വാഭാവികമായ ഒഴുക്കാണ്. അതിൻ്റെ ഒഴുക്കിനകത്ത് നിങ്ങൾ ഒഴുകിയാൽ മതി, ബാക്കി ചെയ്യേണ്ടതെല്ലാം കർത്താവ്. റിസ്ക് നമുക്കില്ല അതിൻ്റെ അത്. എന്താ കാര്യം? ദൈവത്തിൻ്റെ ഒരു ആവശ്യമാണ് എന്ത്? മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കുക എന്നുള്ളത്. എന്തിനാണ്? സഭ മാതാവിനെ അംഗീകരിക്കുകയും അതുപോലെ തന്നെ മാതാവിൻ്റെ മാതൃക അനുഷ്ഠിക്കുകയും ചെയ്യുന്നത് ഏറ്റവും കൂടുതലുള്ളത് കത്തോലിക്ക സഭയിലാണ്. അത് നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഇത്രയും പ്രത്യക്ഷീകരണങ്ങളെല്ലാം ലൂർദ്, ഫാത്തിമ, മജ്ജിഗോറ, ഈ പ്രത്യക്ഷീകരണം എല്ലാം വരണത് കാത്തലിക് മേഖലയിലാണ് വരണത്. കാര്യം അമ്മ ഒരു വിഷയം സഭയോട് പറഞ്ഞാൽ അമ്മയെ വിശ്വസിക്കുകയും അമ്മയെ മധ്യസ്ഥയായിട്ട്, പ്രധാന മധ്യസ്ഥയായിട്ട്, മധ്യസ്ഥന്മാരൊത്തിരി പേരുണ്ട് നമുക്ക്, വിശുദ്ധന്മാരെല്ലാം മധ്യസ്ഥന്മാരാണ്. ശരിക്കും നമുക്ക് തന്നെ മധ്യസ്ഥം വഹിക്കാം. വിശുദ്ധിയും മെനയുള്ളവരാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയും ദൈവം മധ്യസ്ഥമായിട്ട് കേൾക്കും. പക്ഷേ അമ്മ ഇവിടെ ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ള ഏകമധ്യത്തിന് യേശുക്രിസ്തുവാണ്. പക്ഷേ മാനുഷികമായ കാര്യങ്ങൾക്കുള്ള, രക്ഷാകരമായ കാര്യമല്ല, മാനുഷികമായ കാര്യങ്ങളില്ലേ, നമുക്ക് വീടില്ല, ജോലിയില്ല, വിവാഹം ഒക്കണില്ല, മക്കളില്ല, രോഗമാണ്, ഇതൊക്കെ മാനുഷിക കാര്യമല്ലേ. ഏകരക്ഷകൻ എന്ന കൺസെപ്റ്റ് ഈ മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് നടത്തിയ ദേശമാണ്. അതിന് ഒരു കോംപ്രമൈസും ഇല്ലത്. കർത്താവല്ല, വേറെ ആരും അവിടെ ഇല്ല. ആ സ്പേസിൽ ഏകരക്ഷകനായിട്ട് ക്രിസ്തു മാത്രമേ ഉള്ളൂ. മറിയത്തിൻ്റെ സ്പേസ് എന്ന് പറഞ്ഞാൽ മാനുഷിക ആവശ്യങ്ങളുടെ മേലെ, പ്രത്യേകിച്ച് വേറെ ഒത്തിരിയേറെ മറിയൻ റാങ്കുകളുണ്ടെങ്കിലും സുവിശേഷം തുറക്കപ്പെടുന്നത് അവർക്ക് വീഞ്ഞില്ല എന്ന് അസമയത്ത് പോലും ഈശോൻ്റെ മുമ്പിൽ ആധികാരികമായിട്ട് പറഞ്ഞ് അതിന് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി ദൈവം നിശ്ചയിച്ചിരിക്കുന്നതാണ്. അമ്മ കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളിൽ വീഞ്ഞു തീരും മുൻപേ ഓടിയെത്തും അമ്മ, ഞങ്ങളിൽ വീഞ്ഞു തീരും മുൻപേ ഓടിയെത്തും അമ്മ, നമ്മുടെ വീഴ്ചകളിൽ തേടിയെത്തും അമ്മ, നമ്മുടെ വീഴ്ചകളിൽ തേടിയെത്തും അമ്മ. അമ്മേ ആശ്രയമേ, അമ്മേ ശാശ്വതമേ, അമ്മേ ആശ്രയമേ, അമ്മേ ശാശ്വതമേ, മക്കളാം ഞങ്ങൾക്കെന്ന് ആനന്ദമേ, മക്കളാം ഞങ്ങൾക്കെന്ന് ആനന്ദമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ രണ്ട് പോയിന്റ്സിലാണ് വ്യക്തത വന്നിരിക്കുന്നത്. ഒന്നെന്താണ്? ഉടമ്പടിക്ക് ഒരു സ്വാഭാവികമായ ഒഴുക്കുണ്ട്, അതിനെ തടയരുത്, ഇല്ലേ? സ്വാഭാവിക ഒഴുക്ക്. രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? ഉടമ്പടി നമുക്ക് റിസ്ക് ഇല്ല, സീറോ റിസ്ക്കാണ്. എന്താ കാര്യം? അത് വൃത്തിയും മേനയുമായിട്ട് നമ്മൾ അവൻ പറയണ പോലെ ചെയ്ത് ജീവിച്ചാൽ അത് അത് അംഗീകരിക്കേണ്ടതും അതിന് ഉത്തരം നൽകേണ്ടതും ആരാണ്? ദൈവത്തിൻ്റെ ഒരു ആവശ്യമാണ് ഇവിടെ. കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മുടെ ആവശ്യം മാത്രമല്ല, അമ്മയുടെ പ്രത്യക്ഷീകരണ സഭ ഏറ്റെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അമ്മയുടെ പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കുന്ന അടയാളങ്ങൾ ഉണ്ടാകണം. അടയാളങ്ങൾ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? അടയാളം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള രീതിയിലുള്ള സത്യസന്ധമായ ആധ്യാത്മിക ജീവിതം ഉണ്ടാകണം.
സത്യസന്ധമായ ആധ്യാത്മിക ജീവിതവും പ്രാർത്ഥനാ ജീവിതവും രണ്ടും രണ്ടാണ്. നമ്മൾ ആധ്യാത്മിക ജീവിതത്തിന് പറയണത്, പ്രാർത്ഥനാ ജീവിതത്തിനാണ് നമ്മൾ ആധ്യാത്മിക ജീവിതം എന്ന് പറയണത്. പറഞ്ഞ മനസ്സിലായില്ലേ? പ്രാർത്ഥനാ ജീവിതം ആധ്യാത്മിക ജീവിതം ആകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. സത്യസന്ധമായ പ്രാർത്ഥനാ ആധ്യാത്മിക ജീവിതം ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥനാ ജീവിതവുമായിട്ട് വ്യത്യാസമുണ്ട്. പ്രാർത്ഥനാ ജീവിതം മോശമാണെന്നല്ല പറഞ്ഞത്. സത്യസന്ധമായ ആധ്യാത്മിക ജീവിതം പ്രാർത്ഥനാ ജീവിതമാകണമെന്ന് നിർബന്ധമില്ല. എന്നുവെച്ചാൽ എല്ലാ പ്രാർത്ഥനാ ജീവിതവും ആധ്യാത്മിക ജീവിതമല്ല. അതറിയണമെന്നുണ്ടെങ്കിലേ നിങ്ങൾ 1 തിമോത്തി 4:8 എടുത്തേ. ശാരീരികമായ പരിശീലനം കൊണ്ട് ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്. എന്നാൽ ആത്മീയത എല്ലാവിധത്തിലും വിലയുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ അത് ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു. അപ്പോൾ വാഗ്ദാനങ്ങളിലെ ഈ ആധ്യാത്മികതയിൽ 2 ഘടകങ്ങളുണ്ട്. ഒന്നെന്താണ്? ഈ ജീവിതത്തെ അത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഈ ജീവിതത്തെ മാറ്റി നിർത്തിക്കൊണ്ട് തൂണുമേ സൈബന്മാരുണ്ടാക്കുന്ന പരിപാടിയില്ല. ഇപ്പം ചില ആൾക്കാർ സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുമാറിയിട്ട് ജീവിതത്തിൻ്റെ മുഴുവൻ ആഗ്രഹങ്ങൾ ബലി ചെയ്തുകൊണ്ട് സമൂഹത്തിൽ തന്നെ സ്വയം ഡിപ്രൈവ്ഡായിട്ട് വേറെ ഒരു ലോകത്ത് സ്വന്തം ഈശ്വരാനുഭവത്തിലേക്ക് പോകുന്ന അങ്ങനെ ഒരു സംഭവം ബൈബിളിലില്ല. ശാരീരികമായി ഇപ്പോൾ യോഗ പോലെയുള്ള ശാരീരികമായ അഭ്യാസങ്ങളും ആധ്യാത്മികമായിട്ട് ബൈബിൾ കാണുന്നില്ല. അതാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഒന്നിനു വായിച്ചേ. ശാരീരികമായ പരിശീലനം. ശാരീരികമായ പരിശീലനം അതൊക്കെ ഒരു ഫിസിക്കൽ എക്സർസൈസാണ്. ഇറ്റ്സ് ഓക്കെ. ഫിസിക്കൽ എക്സർസൈസും ആധ്യാത്മികതയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതാ വിഷയം. ബൈബിൾ ആധ്യാത്മികതയാണ് ഞാൻ സംസാരിക്കുന്നത്. ഫിസിക്കൽ എക്സർസൈസ് അങ്ങനെ പലതരത്തിലുള്ള യോഗാസനങ്ങളുണ്ടാകും, അതുപോലെ. പക്ഷേ അതും ബൈബിളുമായിട്ട് ആധ്യാത്മികതയുമായിട്ട് ബന്ധമില്ല. ഒന്നിനു വായിച്ച ഭാഗം. ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്. അതെ. എന്നാൽ ആത്മീയത എല്ലാവിധത്തിലും വിലയുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ അത് ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു. ഇതിനാണ് ഉടമ്പടി എന്ന് പറയണത്. ഉടമ്പടിയുടെ ബേസ്മെന്റ് എന്താണ്? വാഗ്ദാനമല്ലേ. ഉടമ്പടിയുടെ ബേസ്മെന്റ് എന്താണ്? വാഗ്ദാനമാണ്. ഉടമ്പടി എന്തിലാണ് ആശ്രയിച്ചിരിക്കുന്നത്? ഉടമ്പടിയുടെ ഓരോ വിഷയങ്ങൾക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള 8840-50 വാഗ്ദാനങ്ങളുണ്ട് ബൈബിളിൽ. 8855 വാഗ്ദാനങ്ങൾ ബൈബിളുണ്ടെന്ന് പറയുന്ന ബൈബിൾ പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ ഈ ദൈവം ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് ഈ ജീവിതത്തെയും നിത്യജീവിതത്തെയും ബാധിക്കുന്ന നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെ ദൈവം പ്രഖ്യാപിച്ചിരിക്കുന്ന വാഗ്ദാനത്തിൻ്റെ രീതിയിലാണ്. വാഗ്ദാനം. അപ്പോൾ ഈ വാക്കിൻ്റെ ഉള്ളിലാണ് ദൈവം ദാനം വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഉടമ്പടിയിലൂടെ നമ്മൾ എന്താ ചെയ്യണത്? ഈ വാക്കിൻ്റെ ഉള്ളിലിരിക്കുന്ന ദാനത്തെ പുൾ ഔട്ട് ചെയ്യാൻ പ്രോമിത്തരെ ഞാൻ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എൻ്റെ പുറമിത്തരെ പ്രോമിസ് മീൻസ് അതിൻ്റെ മൂലം എന്താണ്? ലാറ്റിനാണ്. പ്രോമിസ് എന്നുള്ള ലത്തീൻ ഇംഗ്ലീഷ് വാക്കിൻ്റെ മൂലം, അതിൻ്റെ റൂട്ടെന്ന് പറഞ്ഞ ലത്തീൻ വാക്ക് പ്രൊമിത്തരെ. പ്രൊമിത്തരയുടെ റൂട്ട് മീനിങ് ആണ് ടു പുൾ ഔട്ട്, വലിച്ച് പുറത്തെടുക്കുക. വലിച്ച് പുറത്തെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ബലം ഉണ്ടാകണം. എന്ത് ബലമാണ്? ജിംനാസ്റ്റിക് ബലമല്ല, ആത്മീയ ബലമുണ്ടാകണം. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ വേണ്ടി നമുക്ക് ശാസ്ത്രീയമായിട്ട് എന്താ ഉണ്ടാകേണ്ടത്? ആത്മീയ ബലമാണ് ഉണ്ടാകേണ്ടത്. ദൈവത്തിൻ്റെ വാഗ്ദാനം പ്രാപിക്കാൻ വേണ്ടി അതുകൊണ്ടാണ്
അതുകൊണ്ടാണ് പൗലോസ് പറയണത് ശാരീരിക കൊണ്ട് കുറച്ച് പ്രയോജനമൊക്കെ ഉണ്ടെന്ന്, ഒരു ഡിസിപ്ലിൻ കിട്ടുമെന്ന്. ഒരു ഡിസിപ്ലിൻ കിട്ടുമായിരിക്കും, പക്ഷെ ലക്ഷ്യം സാധിക്കുക അത് മാർഗമല്ലേ? അതൊക്കെ മാർഗമാണ്. ലക്ഷ്യം എന്താണ്? ലക്ഷ്യം സാധിക്കുന്ന എന്ത് വേണം? ആധ്യാത്മികത എല്ലാത്തിലും പ്രധാനപ്പെട്ടതാണ്. അതെന്താണ്? അത് ഈ ജീവിതത്തിൻ്റെയും വരാൻ പോകുന്ന ജീവിതത്തിൻ്റെയും വാഗ്ദാനങ്ങളെയാണ് അടിസ്ഥാനപ്പെടുത്തുന്നത്. വാഗ്ദാനം എത്രയാണ്? 8850 വാഗ്ദാനങ്ങൾ, അല്ലെങ്കിൽ 55 വാഗ്ദാനങ്ങൾ. അതിലെന്തെല്ലാം ഉണ്ട്? ഈ ജീവിതമുണ്ട്, പിന്നെ വരാനിരിക്കുന്ന ജീവിതമുണ്ട്. അപ്പോൾ ഈ വരാനിരിക്കുന്ന ജീവിതത്തെയാണ് ഉടമ്പടി കാർക്കശ്യമായിട്ട്, ഇപ്പം ചിലർ പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായി, അതായത് ഉടമ്പടി എന്ന് പറയുന്നത് നിത്യതയിലേക്കുള്ള എക്സ്പ്രസ് ഹൈവേ ആണെന്ന് പറഞ്ഞു. പ്രൊഫസർ ടോയ് തോമസ് ഇത് റീകോട്ട് ചെയ്യുന്നുണ്ട്. എന്താണ്? അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഉടമ്പടി എന്ന് പറയുന്നത് നിത്യതയിലേക്കുള്ള എക്സ്പ്രസ് ഹൈവേ ആണെന്ന്. എന്താ കാര്യം? ഉടമ്പടിയിൽ അവൻ പറയണത് പോലെ ചെല്ലുകയല്ല, പിന്നെ എന്താണ്? ചെയ്യുകയാണ്. ഇപ്പം നിത്യത എന്ന് പറയുന്ന വിഷയത്തിൽ ചെയ്യുക എന്നുള്ള കോൺസെപ്റ്റും ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കുകയാണ്. നിത്യത നമ്മൾ ചെല്ലുന്നതിലല്ല ഇരിക്കുന്നത്, പിന്നെ എന്തിലാണ്? ചെയ്യുന്നതിലാണ് ഇരിക്കുന്നത്.